കർക്കിടകം 24 കിഷ്കിന്ധാകാന്ഡം തുടർച്ച. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു. തൽക്ഷണമൃഷ്യമൂകാചലെ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ മിത്രമായി വാഴ്കയൻ അന്യോന്യമൊന്നിച്ചു. സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ. മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു നിത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കതനായനുമന്നേരം. അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതു കൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമം കഥം രാജ്യം കുലം ചതേ. ഇങ്ങനെ ചൊല്ലി കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ. വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മാ രാമനീശ്വരൻ. തച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മദ്ഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളുമെന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നിവേശ്മനി പുഷ്കരലോചന പൂർണ്ണ ഗുണാംബുധേ. ഇത്തമാശ്വസ്യ വൃത്രാരാദിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരീകരം. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധാ. താരയുമശ്രു കണങ്ങളും വാർത്തു വാർത്താരൂഢതാപമകത്തു പൊക്കിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനം ബാലി സുഗ്രീവനെയും തഥാ.
മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടു മുരുണ്ടു മുൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും ആടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കൊണ്ടു നിൽപ്പവൻ ദൃഷ്ടികളൂർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തി കൊണ്ടോടി പുകഴ്ത്തിയും കണ്ടില വാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷഠം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയ ചരുളിടിനാൻ ചെന്നതു ബാലി തന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുത്സുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണ ഹസ്തേ ധരിച്ചന്യേ പാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകൂടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൾ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ഛവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയുമഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാകുല ചേതസ എന്തു ഞാനെന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചാതിതു കൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്തു മറ്റേ നാൾ കൃതമല്ലയാഞ്ഞതും
രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു. നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നിലേ. ആരറിയാഞ്ഞതോ മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനര നാഴിക കൊണ്ടു നിന്നന്തികെ വച്ചു തൊഴുതേനു മാതരാൽ. ധർമ്മിഷ്ഠനെന്നോ ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതു കൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടിതു മാനമുണ്ടായതെന്തെന്നു പറകനീ. വാനരമാംസമ ഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി. നിന്നെ നീയേതുമറിയാഞ്ഞതുമെടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ. ഭേദമില്ലെന്നല്ലോ വേദവാക്യേ മധു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ. പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായി കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായ് കവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ തിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തിക്ക് താവകമായ ശരമേറ്റു. ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമഭി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ
അവൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാനവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമീതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിൻ തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയോലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനേ എന്നോടു തുല്യ ബലനാകുമംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗദ ബാലനുമൊക്കുമെനിക്കെന്നു കൈകൊൾക്ക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനൻ അൻപോടു മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗമിച്ചിടിനാൻ രാമനായൊരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർഖടൗഘം ഭയത്തോടടി വേഗേന പുഖിതു കിഷ്കിന്ധയായ പുരാചിരേ ചൊല്ലിനാൻ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമസായകമേറ്റൂരണാചിരെ താരെ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക്ക കിഷ്കിന്ധ മഹാപുരം മന്ത്രികളോടും നിയോഗിക്ക നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടൊരു താരയുമോ ലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥാ ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ യുദ്ധം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൻ പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പോരാ പിരിഞ്ഞാലടോ എന്നെ പതിയോടു കൂടെ അയകിലോ കന്യകാദാന ഫലം നിനക്കും വരും
ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗ ച ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തൂരുമായുമായി വാഴ്ക നീ സുഗ്രീവരാജ്യഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതാത്വത്മാസരക്താസ്ഥി കൊണ്ടിടോ. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായ് കതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലോപകൻ. ശുദ്ധയായി നിത്യയായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും. ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്ക വേണം ദയാനിധേ. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കുമാത്മാവിനു സംസാരമെത്തോമവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനന മാനവനങ്ങനെ എന്നതും കേൾക്ക നീ. സത്യമായുള്ളതു മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ. സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാമ പാർത്ഥകമായതും സംസാരമോരാഗരോഷാദി സങ്കുലം. മാനസം സംസാര കാരണമായതും മാനസത്തിന്നു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാന സത്കൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന. ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സ്
മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ. തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാലവശത്വം കലർന്നതും ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൽ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്യൂമനാദ്യ വിദ്യാവശം പ്രാപിച്ചു. സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായത്തെ ഭൂയോ ഘടീയന്ത്രവത് സദാ മായാബലത്താലതാർക്കൊഴിക്കാമെടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി മദ്വിഷയാദൃഢം. ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ സൽഗുരുനാഥ പ്രസാദേന മാനസേ. ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നഹന്ത വേറൊന്നു നൂനമാത്മാവിതു. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമെപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൽ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ ഇത്രയും ഭക്തിയുണ്ടെങ്കലതു കൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു. താപമിനിക്കളഞ്ഞാലും അശേഷം നീ. മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൊക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയ ആത്മബോധത്തെ ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും. ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും. വ്യഗ്രമെല്ലാം മകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനുമിവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു
വിജ്ഞാനമോടതിസ്വസ്ഥനായാൻ തുലോ സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമം ഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്കനീ രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണ രൂപമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചധ സ്നാത്വാ ജഗാമ രഘൂതമ സന്നിധൗ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുദാ പറഞ്ഞാൻ കപി പുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശത്തെ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവവാക്കുകളിത്തരം കേട്ടുടനുഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനിതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശോഭമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നെ നിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യുമഭിഷേകമാദര സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥമഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരീഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തൻവങ്കി താനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽക്കയും വേണം മമ സഖേ അത്ര നാളും പുറത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജസമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരി പുഖഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദവരീഷഹിമാദപവാരണം പാദപവൃന്ദഫലമൂലസഞ്ചിതം. തത്രൈവ വാസായ രോഹയാമാസ സൗമിത്രിണ ശ്രീരാമ ഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ.
പക്ഷി മൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സ്ഥാവര ജംഗമ ജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൻ. രാഘവൻ തത്ര സമാധി വിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണി ശ്രീരാമദേവനരുൾ ചെയ്തു. കേൾക്കനിയെങ്കിമൽ പൂജാവിധാനത്തിനോർക്കിലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. തന്നെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ. ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവമരാധിക്കമാമെടോ. ഹൃക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യ പ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ ബ്രല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം. നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു. പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യ പ്രതിമാതികളിലലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സു കൊണ്ടാദര അർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗാഢപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറ
ഏണമോ ഞാനെടോ വസ്ത്രാചിന കുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖെ ശാന്തനായി ചെന്നിരുന്ന വിർമുതാലിബിന്യാസം കഴിക്കണം. ചൈകതത്വന്യാസവും കേശവാദ്യേന ചൈക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നോടു മുമ്പിൽ വാമേ കലശം വച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രദനാർത്ഥമായും മധുപാർക്കാർത്ഥമായും പാത്രചതുഷ്ടയവും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ. മൽക്കലം ജീവസജ്ഞം തടീതുജ്വലം ഹൃക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറക്കെ മിളക്ക്. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കാലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഘ്യം തഥാ മധുപാർക്കമിത്യാദ്യേ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളതുപചാരമെന്നാലേ തത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആകമോക്ത പ്രകാരേണ നീരാജസൻ ധൂപദീപൈർനിവേദ്യൈർബഹുവിസ്തരൈ. ശ്രദ്ധയാ നിത്യമായർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ജ്ഞാനം ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്ത മാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടു ചിത്തതാരിങ്കൽ നിനക്ക കുമാരനീ. ഔബോസനാഗ്നൗ ചരുണാഹവിഷാധ സോപാധിസാചൈക ഹോമം മഹാമദേ. തപ്തജംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം. മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശീഷത്തെ സമാപയൻ മന്ത്രവിൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീദളാദിയും. ദത്വാ മദഗ്രേ മഹത്പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു. നൃത്താംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി. മദ്ധത്തമാകും പ്രസാദത്തെയും പുനരുത്തമാകം നിധയാനന്ദപൂർവകം. രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുത്വാ നമസ്കാരവും ചെയ്തനന്തരം. ഉദ്വസിപ്പിച്ചുടൻ പ്രത്യഗ്മ മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനി നാഥേ മമ പ്രിയേ.
ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവതി വന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം. കർക്കിടകം 24